ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ നല്ല അടിപൊളിയായിട്ടും വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുത്തിരുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ നൂലപ്പം, വെള്ളപ്പം, ദോശ അങ്ങനെയുള്ള അടിപൊളി വെറൈറ്റികളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാറ്. പക്ഷേ ഞാനിതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടോ നല്ല അടിപൊളിയായിട്ടും വെറൈറ്റി ആയിട്ടും നല്ല ഹെൽത്തി ഫുഡായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഇത് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് നല്ല തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചുകൊണ്ട് സാധാരണ ഒന്ന് മെല്ലെ ഒന്ന് കുഴച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്ങിനായിട്ട് തേങ്ങ ചിരവി എടുത്തിട്ട് നമുക്കതിലേക്ക് പഞ്ചസാരയും ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഇതിന് പകരം നെയ്യിൽ ശർക്കരയും തേങ്ങയും ഏലക്കപ്പൊടിയും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ നന്നായിട്ട് വൃത്തിയുള്ളൊരു കവർ എടുക്കുക. അതിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഓയിൽ തൂവി കൊടുക്കുക. ഓരോ ഉരുളകളെ എടുത്തിട്ട് നമ്മൾ ഇതിന് നടുവിലായിട്ടൊന്ന് അമർത്തി പ്രസ് ചെയ്തിട്ടൊന്ന് കൊടുക്കുക കേട്ടോ. ഇത് പഴമക്കാരുണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. ഇനി ഞാനത് പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ചപ്പാത്തിയുടെ റോൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നമ്മൾ കൈ വെച്ചിട്ട് പരത്തിയെടുക്കുകയും ചെയ്യാം. ഒരുപാടങ്ങ് പരത്തിയെടുക്കുന്ന വേണ്ട, മെല്ലെ മെല്ലെ അമർത്തി കൊടുത്താൽ തന്നെ നമ്മൾക്ക് അതങ്ങോട്ട് പരന്ന് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ടത് അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിൻ്റെ നടുവിലായിട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. നമ്മളുടെ ആ ഒരു കൈ കൊണ്ട് അതിൻ്റെ വക്കെല്ലാം എല്ലാം ഒന്ന് അമർത്തിയിട്ട് കൊടുക്കുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത് കണ്ടോ, കയ്യിലൊന്നും ഒട്ടും ഒട്ടി പിടിക്കത്തില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഷീറ്റിൽ നിന്ന് അത് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ചേർക്കുന്ന ആ വെള്ളത്തിൻ്റെ അംശം കൂടിപ്പോയാലാണ് നമ്മൾ ഒട്ടിപ്പിടിക്കുന്നത്. ഇപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒരുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ആവിയിൽ വേവിച്ചിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നൂലപ്പത്തിൻ്റെ നമ്മൾ ആ തട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു തട്ടിലെല്ലാം നമ്മൾക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഓയിൽ ചെറുതായിട്ടും തൂവി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം തൂവി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഒട്ടിപ്പിടിക്കത്തില്ല, ഒട്ടും തന്നെ നമ്മൾക്ക് ഒട്ടിപ്പിടിക്കത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് കേട്ടോ. 4 മണി ചായക്കൊക്കെ കുട്ടികൾക്ക് സ്കൂൾ വിട്ടിരുന്ന സമയത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാ ദിവസവും നമ്മൾ ഫ്രൈ സ്നാക്സുകൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് ഞാൻ ശർക്കര വെച്ചിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്പൂൺ നെയ്യിൽ നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ വഴറ്റിയിട്ടെടുക്കുക. വഴന്നു വരുന്ന സമയത്ത് ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഫില്ലിങ്ങിൽ നമുക്ക് പഴം നിറച്ചതും വെക്കാം. നേന്ത്രപ്പഴം വെച്ചിട്ട് നെയ്യിൽ നട്സുകളെല്ലാം ചേർത്ത് കൊണ്ട് നമുക്ക് അങ്ങനെയും ചെയ്തിട്ട് ആവിയിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾക്ക് എരിവുള്ള സ്നാക്സ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ബീഫ് ഫില്ലിങ്ങോ ചിക്കൻ ഫില്ലിങ്ങോ എല്ലാം ഇതുപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ഫുഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ മാവ് കുഴിച്ചെടുക്കാനോ പരത്തിയെടുക്കാനോ ഒന്നും തന്നെ നിൽക്കണ്ട, നമുക്ക് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ കൂടി ഒന്ന് അമർത്തിയേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ബട്ടണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ. അപ്പോൾ നമുക്ക് വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം.